കരങ്ങൾ കൂപ്പാം, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം, പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ കാരുണ്യത്തിൻ്റെ ചാരയാണല്ലോ ഞങ്ങളായിരിക്കുന്നത്. ഈ ദിവസം നിൻ്റെ കരുണയ്ക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള ദൈവമക്കളോട് ചേർന്ന് നമ്മളും പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ നീതിയുടെ മേൽ അവൻ്റെ കരുണ വിജയം വരിച്ച മണിക്കൂറാണത്. നമ്മുടെ മേൽ കടന്നു വരേണ്ടിയിരുന്ന പാപത്തിൻ്റെ ശിക്ഷ ഈശോ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് വഹിച്ചു മാറ്റിയ മണിക്കൂറാണത്. ശത്രുവിൻ്റെ മേൽ യേശു വിജയം വരിച്ച മണിക്കൂറാണത്. നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യമായി അവൻ കാൽവരിയിൽ ഉയർത്തപ്പെട്ട മണിക്കൂറാണത്. ഇത് സ്വർഗം നമുക്കായി തുറക്കപ്പെട്ട മണിക്കൂറാണ്. ഈശോയെ, ഈ മണിക്കൂറിൽ തന്നെ ഞങ്ങൾ ലോകമെമ്പാടുമുള്ള മക്കൾ നിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോയോട് ചേർന്നിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരവും നമ്മൾ അനുഭവിക്കുന്ന സ്വകാര്യ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും നൊമ്പരങ്ങളെല്ലാം തമ്പുരാൻ്റെ സ്നേഹത്തിൽ ഇറക്കി വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോ, ഞാനിപ്പോൾ നിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും നിൻ്റെ കരുണ, വറ്റാത്ത കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് ധാരയിൽ ജീവിക്കുന്നവനായി എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ കണ്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നോ ഇരുന്നോ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ ദിവസം പ്രാർത്ഥിക്കാം. ജെറമ്യാ പ്രവാചകനിലൂടെ 29-ാം അധ്യായം 11 മുതലുള്ള വചനങ്ങൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സ്വർഗം എഴുതിയിട്ടിരിക്കുന്ന വചനമാണിത്. പലാവർത്തി പക്ഷേ നാം നമ്മെ തന്നെ നിരന്തരം ഓർമ്മിപ്പിക്കേണ്ട വചനം കൂടിയാണ്. ഒരുപക്ഷെ ഈ വചനം നമ്മുടെ ഹൃദയ ഫലകങ്ങളിൽ എഴുതി ചേർക്കപ്പെട്ടാൽ നമ്മുടെ ആത്മീയ ജീവിതവും നമ്മുടെ ജീവിതയാത്രകളൊക്കെ സുഗമമായിട്ട് മാറും. നമ്മൾ കടന്നു പോകുന്ന ഇന്നിൻ്റെ വിഷമവും വേദനയൊക്കെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഈ വചനത്തിൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അനുഭവത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ജെറമ്യാ 29:11 മുതലുള്ള വചനങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പ്രവാചകൻ പറയുന്നു കർത്താവ് അരുളി ചെയ്യുന്നു. പ്രവാചകൻ പറയുന്നല്ല, കർത്താവിൻ്റെ സ്വരമാണ്. പ്രവാചകൻ പറയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ദൈവം പറയാണ്, മോനെ, നിന്നെക്കുറിച്ചുള്ള പദ്ധതി ഉണ്ടല്ലോ. നിൻ്റെ ഭാവിയെക്കുറിച്ച്, നിൻ്റെ കുടുംബത്തെക്കുറിച്ച്, നിൻ്റെ തലമുറകളെക്കുറിച്ച്, നിൻ്റെ ജോലി സാധ്യതകളെക്കുറിച്ച്, നിൻ്റെ പഠന മേഖലകളെക്കുറിച്ച് എല്ലാ പദ്ധതികളും എൻ്റെ മനസ്സിലുണ്ട്. നമുക്ക് വേണ്ടി പദ്ധതിയിടുകയും നമ്മെ ഓർമ്മിക്കുകയും നമ്മെ കരുതുകയും നമ്മെക്കുറിച്ച് വിചാരമുണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഈ അൾത്താരയിലുണ്ട്. ആ കർത്താവ് പറയുന്നത്, എന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ടെന്ന്. ഒരുപക്ഷെ നമ്മുടെ മനസ്സിലും പദ്ധതികളുണ്ട്. നമ്മുടെ മനസ്സിലും ചില ആഗ്രഹങ്ങളും ആലോചനകളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നലകളിൽ പദ്ധതിയിട്ട് എത്ര പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്നലകളുടെ എത്ര ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സഫലീകരിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ ആഗ്രഹങ്ങൾ ഇന്നും സഫലീകരിക്കപ്പെടാതെ കിടപ്പുണ്ട്. എത്രയോ പദ്ധതികൾ ഇന്നും പൂർത്തീകരിക്കപ്പെടാതെ അതിൻ്റെ ഭാരവും പേറി അതിൻ്റെ അസ്വസ്ഥതയുടെ നടുവിൽ നമ്മൾ ജീവിതം തള്ളി നീക്കുന്നുണ്ട്. അവിടെയാണ് കർത്താവ് പറയുന്നത്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ടെന്ന്, അതെൻ്റെ മനസ്സിലുണ്ടെന്ന്. ഒരുപക്ഷെ നമ്മൾക്ക് നമ്മെക്കുറിച്ചുള്ള പദ്ധതി ആകണമെന്നില്ല, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയും ആലോചനയും
നമുക്ക് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളായിരിക്കണമെന്നില്ല സ്വർഗത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം. ഇവിടെ കർത്താവ് പറയുന്നത്, മോനെ എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയാണ്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന പദ്ധതി നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, മറിച്ച് നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. എന്ന് പറയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നമ്മുടെ ഏറ്റവും വലിയ ആശങ്കയും ആകുലതയൊക്കെ എന്നാണെന്നറിയാവോ? നമ്മുടെ ഭാവിയെക്കുറിച്ചാണ്. നാളെ എന്ത് സംഭവിക്കും, നാളത്തെ കഴിഞ്ഞ് എന്ത് സംഭവിക്കും, മുന്നോട്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, കുടുംബത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ ഭാവി ജീവിതം എന്തായി തീരും, ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് വല്ലാത്ത ഭാരവും അസ്വസ്ഥതയും ഉണ്ടാകുന്നത്. ഇവിടെ കർത്താവ് പറയാണ്, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. അതായത് നിന്റെ ഭാവി സുരഭിലമാക്കുന്ന, നിനക്ക് പ്രത്യാശ തരുന്ന പദ്ധതിയാണെന്ന്. കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രത്യേകം ഇപ്പോൾ ചേർത്ത് നിർത്തുന്നു. നിന്റെ വചനം ഞങ്ങളുടെ പാതയിൽ പ്രകാശവും പാദത്തിന് വിളക്കുമാണെന്നങ്ങ് പറഞ്ഞല്ലോ. വിശുവല്ലാതെ ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും നൊമ്പരപ്പെട്ടും ഒക്കെ കഴിയുന്ന മക്കളുണ്ട്. ഇനി എന്തായി തീരും, ഭാവിയിൽ എങ്ങനെ മുന്നോട്ട് പോകും, ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ചില ജീവിതങ്ങളുണ്ടാകും. കർത്താവേ, ഈ വചനം ഈ മക്കൾക്ക് പ്രതീക്ഷ നൽകട്ടെ, പ്രത്യാശ നൽകട്ടെ. ഭാവി ജീവിതം ഇരുളടഞ്ഞു പോയ മക്കൾക്ക് കർത്താവേ, പ്രത്യാശയുടെ വെളിച്ചം ഈ വചനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നുപോയ മനസ്സുകള്, ബലം ക്ഷയിച്ചു പോയ ജീവിതങ്ങള്, പ്രത്യാശ അറ്റുപോയ മക്കള്, കർത്താവേ നീ ബലപ്പെടുത്തണമേ, നീ അഭിഷേകം ചെയ്യണമേ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. മക്കളെ, നിങ്ങളുടെ ഭാരവും വേദനയൊക്കെ ഏറ്റെടുക്കാനല്ലേ ഈശോ കാൽവരിയിൽ തൻ്റെ അവസാനത്തുള്ളി രക്തവും ചിന്തിയത്. നിന്നെ ഒറ്റയ്ക്കാക്കാനല്ലല്ലോ, നിന്നെ തിരസ്കരിക്കാനല്ലല്ലോ, നിന്നെ ഉപേക്ഷിക്കാനല്ലല്ലോ. ആരൊക്കെ ഉപേക്ഷിച്ചാലും നിന്നെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ കർത്താവ് അൾത്താരയിലുണ്ടല്ലോ. പെറ്റമ്മ മറന്നാലും മറക്കില്ല എന്നല്ലേ അവൻ പറഞ്ഞത്. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന്, നീ എനിക്ക് അമൂല്യയാണെന്ന്, നീ എനിക്ക് വേണ്ടപ്പെട്ടവനാണെന്നല്ലേ ഈശോ പറഞ്ഞത്. ഇതാ കർത്താവ് ഈ അൾത്താരയിലുണ്ട്. വിശ്വസിക്ക്, അവന് നിന്നെക്കുറിച്ച്, നിന്റെ ഭാവിയെക്കുറിച്ച്, നിന്റെ നാളെയെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഈശോയെ, എൻ്റെ ആത്മാവിൻ്റെ ക്ഷേമസ്ഥിതി നിന്റെ തിരുവാനത്തിൻ്റെ മീതെ വിശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന്, അഭിഷേകം പ്രാപിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തുമ്പോൾ കർത്താവിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെടാൻ, അവൻ്റെ തീരുമാനത്തിൻ്റെ മീതെ എൻ്റെ ജീവിതത്തെ ചലിപ്പിക്കാനുള്ള അഭിഷേകം തരണമെന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ കടന്നു പോകുന്ന വിഷയത്തിൻ്റെ മീതെയും എൻ്റെ കർത്താവിനൊരു പദ്ധതി ഉണ്ടെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ, ഞാനിപ്പോൾ ഞെരുങ്ങുന്ന അനുഭവത്തിൻ്റെ നടുവിലും എൻ്റെ സ്വർഗത്തിന്, എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കാരുണ്യത്തിൻ്റെ കരം നീട്ടണമേ. സ്വർഗത്തിൻ്റെ പദ്ധതിയായിരുന്നുവല്ലോ ഞങ്ങളുടെ മേൽ വർഷിക്കപ്പെട്ട നിന്റെ കരുണ, നിത്യമായ കാരുണ്യം, അത് സ്വർഗത്തിൻ്റെ നിത്യമായ പദ്ധതിയായിരുന്നുവല്ലോ. പുത്രനായ യേശുവിലൂടെ നീ ഞങ്ങളെ വീണ്ടെടുത്തത് നിനക്ക് ഞങ്ങളെക്കുറിച്ചുള്ള, ഞങ്ങളുടെ ആത്മരക്ഷയെക്കുറിച്ചുള്ള പദ്ധതിയായിരുന്നുവല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ പദ്ധതിയോട് സഹകരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ പദ്ധതിയോട്, സ്വർഗത്തിൻ്റെ പദ്ധതിയോട്, ഞങ്ങളുടെ ആത്മരക്ഷയെ പ്രതിയുള്ള സ്വർഗത്തിൻ്റെ പദ്ധതിയോട്, കാൽവരി യാഗത്തിൻ്റെ പദ്ധതിയോട്, ക്രൂശീകരണത്തിൻ്റെ പദ്ധതിയോട്, സഹനത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആത്മാവാം ദൈവമേ വരണേ. ഈശോയെ ആരാധന, ആരാധന. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ കൂപ്പി. ആത്മാവാം ദൈവമേ വരണേ. കാലത്തോട്
കരങ്ങളോട് ചേർന്ന് ഏറ്റുപാടാം. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഓ പരിശുദ്ധാത്മാവേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കർത്താവേ, മരണം വരെ നിന്നോട് വിശ്വസ്തനായിരിക്കാൻ, മരണം വരെ നിന്നെ സ്നേഹിക്കാൻ നിന്റെ പദ്ധതിയായിരുന്നുവല്ലോ നിന്റെ ആത്മാവിനെ നീ ഞങ്ങൾക്ക് നൽകിയത്. പെന്തക്കോസ്താ ദിനത്തിൽ അപ്പോസ്തലന്മാരുടെ മേൽ വർഷിച്ച ആത്മാവ്, അത് നിനക്ക് ഞങ്ങളെക്കുറിച്ചുള്ള നിത്യസ്നേഹത്തിൻ്റെ പദ്ധതിയായിരുന്നല്ലോ. നിന്റെ സ്നേഹത്തിന് നിരന്തരം പ്രത്യുത്തരിക്കാനുള്ള കർത്താവേ നിന്റെ തീരുമാനമായിരുന്നല്ലോ. നിന്റെ പരിശുദ്ധാത്മാവിനെ ഓർത്ത് നന്ദി പറയുന്നു. ആത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി യേശു ഏറ്റെടുത്ത സഹനങ്ങളുടെ യോഗ്യതകളോട് ചേർന്ന് നമ്മൾ സഹനമെടുത്ത് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം. പ്രാർത്ഥന യാചിച്ചിട്ടുള്ളവർ, പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടിട്ടുള്ളവർ, പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്തവർ, എല്ലാവരെയും ചേർത്ത് നിർത്തി ഈ ദിവ്യകാരുണ്യ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.